സ്വാമിജിയുടെ അതാണ് ഹൃദയത്തിൽ ഞങ്ങളുടെ അതിൽ പറയാറുണ്ട്. ഔലിയാക്കൽ എന്ന് പറഞ്ഞ ആളുകളുണ്ട്. സ്വാമിജി എന്ന് പറഞ്ഞ ഔലിയാക്കൽ എന്ന് പറയാം അറബിയിൽ. അവർക്ക് മനസ്സിന്റെ അകത്ത് കിടക്കുന്ന കാര്യങ്ങൾ മുഖം നോക്കാതെ തന്നെ പറയാനുള്ള ആ കഴിവുണ്ട്. അവർക്ക് അറബിയിൽ പറയാ ഷെയ്ഖ് എന്നാണ്. ഏറ്റവും വലിയ ആധ്യാത്മിക രംഗത്തിരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ആ പവറാണ് ഷെയ്ഖ്. അപ്പൊ സ്വാമിജി എന്റെയും കൂടി ഒരു ഷെയ്ഖാണ് എന്ന് ഞാൻ പറയാണ് ഈ സമയത്ത്. ഓം അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതം ഗമയ ഓം ശാന്തി ശാന്തി. ഇത് കേൾക്കുമ്പോൾ ഒരു രസമൊക്കെ ഉണ്ട്. അതിന്റെ അർത്ഥം കൂടി അറിഞ്ഞാലല്ലേ ഉള്ളൂ അതെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുക. മൃത്യോമ അമൃതം ഗമയ എന്ന് തന്നെയാണ്. മരിച്ചു കിടക്കുന്ന മനസ്സിൽ നിന്ന് ജീവനുള്ള മനസ്സിലേക്ക് വാ മൈമാലിയെ. അതല്ലേ ഈ ശ്ലോകങ്ങളിൽ പറയുന്നത്. ആദ്യമായി ഞാൻ വളരെയധികം ദൈവത്തിനോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം സ്വാമിജിയുടെ ഈ 40ാം ജന്മദിന പരിപാടിയിൽ സംബന്ധിക്കാൻ, ആ പരിപാടിയിൽ അതിൻ്റെ സാംസ്കാരിക സദസ്സ് ഉദ്ഘാടനം ചെയ്യാൻ എന്നെപ്പോലത്തെ ഒരു ചെറിയ ഒരാളെ തിരഞ്ഞെടുക്കാൻ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ ആ സങ്കല്പം എന്താണെന്ന് എനിക്കിപ്പോഴും പിടികിട്ടിയിട്ടില്ല. പ്രിയമുള്ളവരെ, ഈ ഒരു വീഡിയോ അല്പം നീണ്ടതായിരിക്കും. നീണ്ട വീഡിയോ ആണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കുവാൻ കുറേ ഏറെ കാര്യങ്ങളുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഈ വീഡിയോയില് മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി പറയുന്ന ചില കാര്യങ്ങൾ, ഇത് അല്പം മുൻപ് നടന്ന ഒരു പ്രഭാഷണത്തിന്റെ, ഒരു ആശ്രമത്തിൽ ഒരു സ്വാമിയുടെ 40ാം ജന്മദിന ആഘോഷത്തിന്റെ ഭാഗമായിക്കൊണ്ട് നടന്ന ഒരു ടോപ്പിക്കാണ്. അതിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളാണ് ഇന്നിവിടെ തുറന്നു കാണിക്കുന്നത്. ഒരു പക്ഷെ നിങ്ങളൊക്കെ ഈ പ്രഭാഷണം, ഈ പ്രസംഗം കേട്ടതായിരിക്കാം. എന്നാൽ അത് വിശദീകരിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഇത് ഒരിക്കൽ കൂടി കേട്ടപ്പോൾ മനസ്സിലായി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് ഇത് സമർപ്പിക്കുന്നത്. ആ ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നത്, ഈ ഒരു പ്രോഗ്രാമിലേക്ക് അദ്ദേഹത്തെ പോലെ ഒരു ചെറിയ മനുഷ്യനെ അതിലേക്ക് തിരഞ്ഞെടുക്കുവാനുണ്ടായ സങ്കല്പം എന്താണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല എന്നുള്ളതാണ്. അദ്ദേഹം ചിലപ്പോൾ ചെയ്തോ വികാരമെന്നോ ഒക്കെ ആയിരിക്കാം ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്തായാലും ആ സങ്കല്പം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് പറയുന്ന വാക്കില് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ആ സങ്കല്പത്തിന്റെ കാരണം എന്താന്നുള്ളത്. നമുക്കതൊന്ന് കേൾക്കാം. അതിനു മുമ്പ് പറയാനുള്ളത്, അദ്ദേഹം ഇതിലൂടെ പറയുന്ന അപകടം പിടിച്ച ചില വാക്കുകള്, ഒരു പൗരോഹിത്യ വേഷധാരിയായിക്കൊണ്ട് അദ്ദേഹം നടത്തുന്ന ചില ജൽപ്പനങ്ങളാണ് ഇവിടെ തുറന്നു കാണിക്കാനുള്ളത്. അടുത്തത് എന്താണ് പറയുന്നതെന്ന് കേൾക്കാം. ഞാൻ ഒറ്റ നോട്ടം കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് സ്വാമിജിയെ വടക്കാഞ്ചേരി കണ്ടു. വടക്കാഞ്ചേരി കണ്ടപ്പോൾ ഞാൻ സ്വാമിജിയോട് പറഞ്ഞു, എനിക്ക് സ്വാമിജിയുടെ ആശ്രമത്തിൽ ഒന്ന് വരണം. ഞാൻ വളരെ കാര്യമായിട്ട് പറഞ്ഞത്. ആ മുഖത്ത് നോക്കിയപ്പോൾ എനിക്ക് നിഷ്കളങ്കത ഊറുന്ന പുഞ്ചിരിയും ആ മുഖവും. മുഖമാണല്ലോ മനുഷ്യന്റെ മനസ്സ്, അതാണല്ലോ ആ മുഖത്തേക്ക് നോക്കി അറിയാം ഏറെക്കുറെ മനസ്സ് എന്താന്നുള്ളത്. സ്വാമിജിയെ കണ്ടപ്പോ എനിക്ക് തോന്നി സ്വാമിജിയെ അടുക്കണമെന്ന്. അപ്പൊ ആ സങ്കല്പം എന്താണെന്ന് ഇപ്പോ അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞില്ലേ. 3 മാസങ്ങൾക്ക് മുമ്പ് സ്വാമിജി എന്ന് പറയുന്ന ഇദ്ദേഹം പറയുന്ന ആ ഒരു ആളെ കണ്ടപ്പോ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് താങ്കളുടെ ആശ്രമത്തിലേക്കൊന്ന് വരണം. അങ്ങനെ വരണം എന്ന് പറഞ്ഞാല് ആഗ്രഹം ഉണ്ടിച്ചെങ്കിൽ വിളിച്ചിട്ട് സ്വാമിജി അവിടെ ഉണ്ടോ, ആശ്രമത്തിലുണ്ടോ എന്ന് ചോദിച്ചിട്ട് ചെന്നാൽ മതി. അപ്പൊ അതല്ല, വിളിച്ചിട്ട് ചെല്ലണം. അതിനു വേണ്ടിയല്ലേ വരണം എന്നുള്ള ആഗ്രഹം പറഞ്ഞത്. അത് മാത്രമല്ല, അതിലൂടെ പറയുന്നുണ്ട് സ്വാമിജിയോട് അടുക്കണം എന്ന് ആഗ്രഹം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ ഈ ചെറിയ മനുഷ്യനായ എന്നെ എന്തിനാണ് വിളിച്ചത് എന്നുള്ളത് അവിടെ അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇനി അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് കേൾക്കാം. ഞാൻ ഇന്നിവിടെ വന്നു. ഇവിടെ ആശ്രമത്തിലുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങളൊക്കെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന സുഹൃത്ത്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വടക്കാഞ്ചേരിയിലുള്ള അഡ്വക്കേറ്റ് മായദാസ് അവർകളാണ്. അദ്ദേഹം ഉണ്ട്, അതുപോലെ കൃഷ്ണകുമാർ, അത് വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ട്. കൊണ്ടുപോയിട്ട് എല്ലാ സ്ഥലങ്ങളും എനിക്ക് കാണിച്ചു തന്നു. ഞാനതെല്ലാം വളരെ ആവേശത്തോടെയും വളരെ അത്ഭുതത്തോടെയും ജിജ്ഞാസയോടുകൂടെയും അത് കണ്ട് ലാസ്റ്റ് എന്നെ സ്വാമിജിയെ കാണാൻ സ്വാമിജി ഇരിക്കുന്ന ആ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ ഇരുന്ന ഉടനെ തന്നെ സ്വാമിജി എന്നോടൊരു ചോദ്യം ചോദിച്ചു. ഈ വിശ്വാസത്തിനും നമ്മൾ തമ്മിലുള്ള ഈ സംഗമത്തിനൊക്കെ വളരെയധികം പാരമ്പര്യവും വളരെയധികം അർത്ഥമുണ്ട് എന്ന് പറഞ്ഞു. അതെനിക്കും സ്വാമിജിക്കും മാത്രം മനസ്സിലായ ഒരു കാര്യമാണ്. അതിപ്പോൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്.
ഏതായാലും അദ്ദേഹം അവിടെ പോയപ്പോ അദ്ദേഹത്തെ അവിടെ എല്ലാം ചുറ്റിക്കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സ്വാമിജി ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോയപ്പോൾ സ്വാമിജിയെ കണ്ടപ്പോൾ അവർ തമ്മിലുള്ള ഒരു ആത്മബന്ധം അത് സ്വാമിജിക്കും അദ്ദേഹത്തിനും മാത്രം അറിയുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അതെന്താന്ന് പറയാന്ന് പറയുന്നുണ്ട്. നമുക്കൊന്ന് കേട്ടു നോക്കാം. എനിക്കും സ്വാമിജിക്കും. കാരണം എന്താണെന്നറിയോ, എന്നെ എൻ്റെ അമ്മ പ്രസവിച്ചിട്ട് 5 വയസ്സുള്ള സമയത്ത് എന്നെ വളർത്താൻ കൊണ്ടുപോയി ഏൽപ്പിച്ചു കൊടുത്തത് മുള്ളൂർക്കരയിലെ കുറുമ്പൂർ അയ്യപ്പൻ എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിലാണ്. 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെ അയ്യപ്പന്റെ വീട്ടിൽ വളർന്ന സഖാഫിയാണ് ഞാൻ. എന്നെ എടുത്തു വളർത്തിയത് തങ്കമ്മ ചേച്ചിയും കാർത്തു ചേച്ചിയും ജാനകി ചേച്ചിയുമാണ് എനിക്ക് ചോറ് വാരി തന്നിരുന്നത്. അവരെന്ത് ജപിച്ചിട്ടാണ് എന്ത് ചൊല്ലിയിട്ടാണ് എനിക്ക് ഭക്ഷണം തന്നതെന്ന് അവർക്ക് എനിക്കറിയുള്ളൂ. എന്തായാലും ആ ഒരു അംശം എൻ്റെ ഹൃദയത്തിലും ശരീരത്തിലും ഉണ്ട് എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പൊ അത് അദ്ദേഹം തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളുടെ നാട്ടിലൊക്കെ സാധാരണ ഈ വളർത്താൻ ശേഷിയില്ലാത്ത കുടുംബമാണെങ്കിൽ യതീം ഖാന എന്നാണ് പറയുമെങ്കിലും അഗതി അനാഥ മക്കളെയൊക്കെ വളർത്തുന്ന സ്ഥലം യതീം ഖാനകളാണ്, അനാഥ അഗതി മന്ദിരങ്ങളാണ്. അവിടെയാണ് സാധാരണ കൊണ്ടാക്കാറുള്ളത്. മണ്ണാർക്കാട് പരിസര പ്രദേശങ്ങളിലൂടെ ആയിക്കൊണ്ട് 5-6 യതീം ഖാനകളും അനാഥ അഗതി ബാലിക മന്ദിരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെയാണ് സാധാരണ കൊണ്ടാക്കാറുള്ളത്. എന്നാൽ ഈ തൃശ്ശൂർ ജില്ലയിലെ പേരോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ജനിച്ച മുള്ളൂർക്കര മൈമാലി സഖാഫി അദ്ദേഹത്തിന്റെ അമ്മ കൊണ്ടാക്കിയത് അയ്യപ്പേട്ടൻ്റെയാണ്. അങ്ങനെ 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെ അയ്യപ്പേട്ടൻ്റെ ജീവിച്ച മുള്ളൂർക്കര മൈമാലി സഖാഫി അദ്ദേഹത്തിന് ജാനകി ചേച്ചിയും കാർത്തു ചേച്ചിയും ഒക്കെ ഭക്ഷണം വാരിക്കൊടുത്തപ്പോ അവരെന്താണ് ജപിച്ചിരുന്നത് എന്നുള്ളത് അദ്ദേഹത്തിനും അവർക്കും അറിയാം. അവിടെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതിന്റെ അംശം ഇപ്പോഴും അദ്ദേഹത്തിൽ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അത് എനിക്കും തോന്നിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും മൈമാലി സഖാഫി പറയട്ടെ. സ്മരിക്കാറുമുണ്ട്, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാറുമുണ്ട്. അതാണ് സ്വാമിജി പറഞ്ഞത്, നമ്മൾ തമ്മിലുള്ള ഈ ബന്ധത്തിന് വളരെയധികം ആഴത്തിലുള്ള ഒരു സംഗതി ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോ എന്റെ ചിന്ത 50 കൊല്ലത്തിന്റെ അപ്പുറത്തേക്ക് പാഞ്ഞുപോയി. 50 വർഷം മുൻപ് അദ്ദേഹം ആ ജപിച്ചു കൊടുത്തിരുന്ന ഭക്ഷണത്തിന്റെ ആ ഒരു ലെവലിലേക്ക് അദ്ദേഹത്തിന്റെ ചിന്ത പോയി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അവര് തമ്മിലുള്ള ഒരു ആത്മബന്ധമെന്നോ അല്ലെങ്കിൽ പൈതൃകമെന്നോ പാരമ്പര്യമെന്നോ ഒക്കെ പറയാവുന്ന രൂപത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി എന്താ പറയുന്നത് കേൾക്കാം. സ്വാമിജിയുടെ അതാണ് ഹൃദയത്തിൽ, ഞങ്ങളുടെ അതിൽ പറയാറുണ്ട് ഔലിയാക്കൽ എന്ന് പറഞ്ഞ ആളുകളുണ്ട്. സ്വാമിജി എന്ന് പറഞ്ഞ ഔലിയാക്കൽ എന്ന് പറയാം അറബിയില്. അവർക്ക് മനസ്സിന്റെ അകത്ത് കിടക്കുന്ന കാര്യങ്ങൾ മുഖം നോക്കാതെ തന്നെ പറയാനുള്ള ആ കഴിവുണ്ട്. അവർക്ക് അറബിയിൽ പറയാ ഷെയ്ഖ് എന്നാണ്. ഏറ്റവും വലിയ ആധ്യാത്മിക രംഗത്തിരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ആ പവറാണ് ഷെയ്ഖ്. അപ്പൊ സ്വാമിജി എന്റെയും കൂടി ഒരു ഷെയ്ഖാണ് എന്ന് ഞാൻ പറയാണ് ഈ സമയത്ത്. അത് എനിക്കൊക്കെ മുമ്പേ തോന്നിയിട്ടുണ്ട്. ഈ മുള്ളൂർക്കര മൈമാലി സഖാഫിയുടെ മശായിഖ് ഇതേപോലെ ഏതൊരു ആളാണ് എന്നുള്ളത് തോന്നിയിട്ടുണ്ട്. ഇവിടെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാക്കെന്താണ്, സ്വാമിജി എന്ന് പറഞ്ഞാൽ അവരുടെ ഭാവനയില് അല്ലെങ്കിൽ അവരുടെ വിശ്വാസപ്രകാരം അത് വലിയാണ് എന്നുള്ളതാണ്. സ്വാമിജി എന്നുള്ള ആ ഒരു കാറ്റഗറി അതെന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതാണ് അവരുടെ വലിയ. അപ്പോ അവരുടെ ഔലിയാക്കൾ ആരാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. സ്വാമിജി അദ്ദേഹത്തിന്റെ ഷെയ്ഖാണ്. ഷെയ്ഖ് എന്ന് ഉദ്ദേശിച്ചത് മുറബിയായ ഷെയ്ഖ്, മഷായിഖ് എന്നുള്ള ഉദ്ദേശത്തിലാണ് എന്നുള്ളത് തിരിച്ചറിയുക. ഇൻഷാ അല്ലാഹ് ഇനി എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. സ്വാമിജിയെ കാണുമ്പോ എന്നോട് പലരും പറഞ്ഞു പല കാര്യങ്ങളും സ്വാമിജിയെ കണ്ട് സംസാരിച്ചാൽ നേടും. ഞാനൊന്നും സ്വാമിജിയോട് അങ്ങോട്ട് പറഞ്ഞില്ല. അങ്ങനെ കഴിവുള്ള സ്വാമിജി ആണെങ്കിൽ നമ്മുടെ മനസ്സറിയല്ലോ, സ്വാമിജി ഇങ്ങോട്ട് പറയട്ടെ എന്ന് വെച്ചു. എന്നോട് ആദ്യം തന്നെ സ്വാമിജി പറഞ്ഞത്, ഞാൻ ആദ്യം കഴിച്ച എന്റെ ഉദരത്തിൽ കിടക്കുന്ന ഭക്ഷണത്തിന്റെ തുടക്കമാണ് ആദ്യം സ്വാമിജി തുടക്കം വിട്ടത്. ഞാൻ അത്ഭുതപ്പെടുകയാണ് ആ സമയത്ത്. അദ്ദേഹം ഇവിടെ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. അദ്ദേഹം രാവിലെ കാലത്ത് കഴിച്ച ഭക്ഷണം ഉദരത്തിൽ കിടക്കുന്നത് എന്താണ് എന്നുള്ളത് മനസ്സിന്റെ കണ്ണാടിയായ മുഖത്ത് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പ്രവചിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഏതുപോലെയെന്നറിയോ നിങ്ങൾക്ക്? ഇതൊരു കറാമത്തിന്റെ ഭാഗമായിട്ട്
കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? ഔലിയാക്കന്മാര് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ മനസ്സകമുള്ളത് ഒക്കെ വിളിച്ചു പറയും, കാണുമെന്ന് പറയുന്ന ആ ഒരു കാര്യം അതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇപ്പോ കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നമ്മൾ അപ്പവോ അല്ലെങ്കിൽ ദോശയൊക്കെ കഴിക്കുമ്പോ തലേന്ന് രാത്രി വെച്ചിട്ടുള്ള മീൻകറിയാണ് നമ്മൾ അതിലേക്ക് ഉപയോഗിക്കുന്നതെങ്കിൽ നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കയ്യും ചെറിയൊക്കെ ഒന്ന് നല്ല സോപ്പിട്ട് കഴുകുക. അല്ലെങ്കിൽ നേരെ കഴുകിയിട്ടില്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആൾക്ക് ആ മീൻകറിയുടെ മണം കിട്ടും. അപ്പോ രാവിലെ മീൻകറി ആയിരുന്നു ഇല്ലേ എന്ന് ചോദിച്ചാൽ അത് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കണ്ടതൊന്നുമല്ല, ആ മണം അടിച്ചിട്ട് മനസ്സിലാക്കിയതായിരിക്കും എന്നൊന്ന്. ഇനി അതല്ല, രാത്രിയില് വീട്ടിൽ ബിരിയാണിയാണ് വെച്ചിട്ടില്ലെങ്കിൽ അത് കാലത്ത് കഴിച്ചിട്ട് പോരുവാണെന്നുണ്ടെങ്കിൽ കൈയൊക്കെ നല്ല സോപ്പ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഈ ഹാൻഡ് വാഷ് പോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഇട്ട് നല്ല കഴുകുക. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിരിക്കുമ്പോൾ അടുത്തുള്ള ആള് ചോദിക്കും, കാലത്ത് കഴിച്ചത് ബിരിയാണി ആയിരുന്നു ഇല്ലയോ എന്ന് ചോദിച്ചാല് അത് മനസ്സിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ വയറ്റിന്റെ അടിത്തറയിലേക്ക് ഉദരത്തിലേക്ക് നോക്കിയിട്ട് പറയുന്ന ഒന്നല്ല, അത് തെറ്റിദ്ധരിച്ചതാണ് എന്നുള്ളതാണ്. ഇനി എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് കേൾക്കാം നമുക്ക്. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ചിന്തിച്ചത് 40ാമത്തെ വാർഷികത്തിലേക്കാണ് ഞാൻ വരുന്നത്, ജന്മദിനം. ഈ 40ന് വലിയ പ്രസക്തിയുണ്ട് എന്നുള്ളത് എനിക്കറിയാം. കാരണം എന്താണെന്നറിയോ? പ്രവാചകൻ മുഹമ്മദ് നബി പ്രവാചകനായത് 40ാമത്തെ വയസ്സിലാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ സ്വാമിജിയുടെ 40ാമത്തെ ജന്മദിനാണ്. അപ്പോ ആ 40ാമത്തെ ജന്മദിനത്തിന് വരുമ്പോ ആ നോട്ടീസ് എടുത്ത് നോക്കിയപ്പോഴാണ് മൂപ്പർക്ക് മനസ്സിലായത്, 40-ലാണല്ലോ അപ്പൊ നബിക്ക് നുബുവത്ത് കിട്ടിയിട്ടുള്ളത്, ഇത് സ്വാമിജിക്ക് നുബുവത്ത് കിട്ടുന്ന ജന്മദിനാണ് എന്നാണ് അദ്ദേഹം തെറ്റിദ്ധരിച്ചിട്ടുള്ളത് എന്നാ പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നതല്ല, അദ്ദേഹം പറയുന്നതാണ്. ഇനിയൊരു വാക്ക് അദ്ദേഹം പറയുന്നുണ്ട്, ഇതിനോടനുബന്ധമായി തന്നെയാണ് പറയുന്നത്. എന്നാൽ ആ പറയുന്ന വാക്ക് നിങ്ങളൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യണേ. 39 വയസ്സ് വരെ അദ്ദേഹം സാധാരണ ഒരു പൗരനായിരുന്നു. 40ാമത്തെ വയസ്സിലാണ് ദൈവം മുഹമ്മദ് നബിയെ പ്രവാചകനാക്കി നിശ്ചയിക്കുന്നത്. പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ക്രിസ്ത്യൻ ഫാദർമാരായ ആളുകളുമായിട്ട് നിച്ച് ഓഫ് ട്രൂത്തിന്റെ ഡയറക്ടറും ദായിയുമായ MM അക്ബർ സാഹിബ് ഒരു സംവാദം നടത്തുന്ന അവസരത്തിൽ അദ്ദേഹത്തിന്റെ സെക്ഷനിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, വർഷങ്ങൾ മുമ്പ് പറഞ്ഞ വാക്ക്, ഇന്നും ഇവരെ പോലെയുള്ള ആളുകൾ എടുത്തുകൊണ്ട് മുഹമ്മദ് നബിയെ ഈ ആളുകള് സാധാരണക്കാരൻ എന്ന് പറയുകയാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ഈ ആളുകള് അവര് തന്നെ പറഞ്ഞ വാക്കാണത്. 39 വയസ്സ് വരെ മുഹമ്മദ് നബി ഒരു സാധാരണ പൗരനായിരുന്നു എന്നാ പറഞ്ഞത്. ആദ്യം പറയുമ്പോൾ ആരാണെന്ന് മനസ്സിലായില്ല അല്ലെ? ഒന്നുകൂടി കേട്ടു നോക്കൂ, അപ്പൊ നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ കഴിയും. 39 വയസ്സ് വരെ അദ്ദേഹം സാധാരണ ഒരു പൗരനായിരുന്നു. 40ാമത്തെ വയസ്സിലാണ് ദൈവം മുഹമ്മദ് നബിയെ പ്രവാചകനാക്കി നിശ്ചയിക്കുന്നത്. 39 വയസ്സ് വരെ മുഹമ്മദ് നബി ഒരു സാധാരണ മനുഷ്യനായിരുന്നു, സാധാരണ പൗരനായിരുന്നു. 40 വയസ്സിലാണ് മുഹമ്മദ് നബിയെ പ്രവാചകനായിക്കൊണ്ട് അള്ളാഹു നിയോഗിക്കുന്നത്. ഇത് ഇവിടെ പറഞ്ഞത് എന്തിനാണ്? സ്വാമിയുടെ 40ാമത്തെ വയസ്സാണ് ചിലപ്പോ പ്രവാചകനായിട്ട് നിയോഗിക്കുമെന്നാണ്. ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കണ്ട, അദ്ദേഹം ബാക്കി പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയും. അതന്നെയാണ് അദ്ദേഹം പറയുന്നത്. അത് തിരുത്തി വിശദമാക്കി പറയുന്നുണ്ട്. ഇവിടെ ഈ ഒരു ചെറിയ ക്ലിപ്പ് 2 പ്രാവശ്യം കാണിച്ചത് മുഹമ്മദ് നബി നുബൂവത്ത് ലഭിക്കുന്നത് വരെ പ്രവാചകനല്ലായിരുന്നു. നുബൂവത്ത് ലഭിച്ചപ്പോഴാണ് പ്രവാചകനായത്. ചെറുപ്പത്തിൽ ഏതൊരു അറബിക്കുട്ടിയെയും പോലെ സാധാരണ ഒരു അറബിക്കുട്ടിയായി വളർന്ന, വിശപ്പുള്ള, ദാഹമുള്ള, ഭക്ഷണം കഴിക്കുന്ന, ക്ഷീണമുള്ള, ഉറങ്ങുന്ന ഒക്കെ മനുഷ്യനായ, മലക്കോ ജിന്നോ അല്ല, മനുഷ്യനാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് MM അക്ബർ സാഹിബ് അത് ഉപയോഗിച്ചതെങ്കിൽ ഇന്നിവിടെ ഒരു സ്വാമിക്ക് നുബൂവത്ത് കിട്ടുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇയാള് ഇതിവിടെ പറഞ്ഞത്. ബാക്കി കേൾക്ക്. മുസ്ലിങ്ങളിൽ ഒരു വിശ്വാസമുണ്ട്, 40 വ്യക്തികൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം അക്സെപ്റ്റ് ചെയ്യും. 40 മുഅ്മിനീങ്ങൾ, 40-നെല്ലാം വിശ്വാസമുണ്ട്. 40 ഞങ്ങൾക്കൊരു പള്ളിയിൽ ഇപ്പോ ഒരു വെള്ളിയാഴ്ച പ്രാർത്ഥന തുടങ്ങണമെങ്കിൽ 40 ആള് വേണം. 40 ഇല്ലെങ്കിൽ ഒരു പള്ളിയിൽ ഒരു പ്രാർത്ഥന, വെള്ളിയാഴ്ച പ്രാർത്ഥന നടത്തണമെങ്കിൽ 40 ആള് വേണം. 40 ആളില്ലെങ്കിൽ എന്താണ്? ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ കുറിച്ചിട്ടു. ഇന്നാണ് ഞാൻ ചിന്തിച്ചത്, ഈ നോട്ടീസ് എടുത്ത് നോക്കിയത്, 40ാമത്തെ ജന്മദിനത്തിനാണല്ലോ സ്വാമിജി എന്നെ ക്ഷണിക്കുന്നത്. അപ്പൊ സ്വാമിജി ആരാണെന്നും സ്വാമിജി എന്താണെന്നും സ്വാമിജി എങ്ങനെയാണെന്നും
നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയതല്ല, ഇനി മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. 40ന്റെ അവിടുന്ന് അങ്ങോട്ടാണ് ഇനി മനസ്സിലാക്കാൻ പോണേ ഉള്ളൂ. ഈ കാണുന്ന കെട്ടിടങ്ങളും ഈ കാണുന്ന സന്നിവേശങ്ങളും അല്ല സ്വാമിജി. സ്വാമിജിയുടെ ഹൃദയത്തിൽ കിടക്കുന്ന മറ്റൊരു സ്വാമിജിയുണ്ട്. ആ സ്വാമിജിയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ആ സ്വാമിജിയെ നമുക്ക് കണ്ടെത്താനുള്ള ബദ്ധപ്പാടിലാണ്, ആ സ്വാമിജിയെ കണ്ടെത്താനുള്ള ധൃതിയിലാണ് നമ്മുടെ ഒരു പുരുഷായുസ് അല്ലെങ്കിൽ ഒരു മനുഷ്യായുസ് മുഴുവൻ സമർപ്പിച്ചാലും സ്വാമിജി ആരാണെന്ന് നമുക്ക് മനസ്സിലാകാൻ പോകുന്നില്ല. ഉറപ്പാണ് ആ കാര്യം. മനസ്സിലാക്കും തോറും പിന്നെയും മനസ്സിലാക്കാൻ ബാക്കി ഉണ്ടാവും. അത്രയും ഒരു വലിയ സ്ഥാനത്തിരുത്തിയ ദൈവം നിയോഗിച്ച ഒരു മഹാത്മാവാണ് സ്വാമിജി. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അതായത് ഈ 40 വയസ്സ് എന്നുള്ളത് നുബുവത്തിന്റെ സമയമാണ്. എല്ലാ പ്രവാചകന്മാർക്കും 40 വയസ്സാണെന്നാണോ ഇനി ഇയാൾ കരുതിയിട്ടുള്ളതെന്ന് അറിയില്ല. എന്തായാലും മുഹമ്മദ് നബിക്ക് 40 വയസ്സിലാണ് നുബുവത്ത് കിട്ടിയത്. ഈ സ്വാമിക്കും ഈ 40 വയസ്സിൽ നുബുവത്ത് കിട്ടും എന്നുള്ള ആ ഒരു തരത്തിലുള്ള സംസാരമൊക്കെയാണ് ഇവിടെ സംസാരിച്ചത്. 40 ആളുകളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. 40 ആള് കൂടുന്നിടത്തൊരു വലിയുണ്ട്. ആ വലിയ അടക്കമുള്ള 40 മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? പിന്നെ ജുമായുടെ കഥയൊക്കെ പറഞ്ഞ അതിലേക്കൊന്നും പറഞ്ഞു പോകുന്നില്ല. എന്തായാലും ഈ പറഞ്ഞ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഉള്ള ഒരു വിശ്വാസം. കാര്യം, ഒരാള് 40ാമത്തെ ജന്മദിനം അത് ആരോ ആവട്ടെ ആഘോഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് പൊക്കിയിട്ട് അങ്ങോട്ട് തള്ളിയിട്ട് അങ്ങോട്ട് ഉന്തിയിട്ട് അങ്ങോട്ട് മറിച്ചിടുക എന്നുള്ളതാണ്. നിങ്ങൾ അടുത്ത് പറയുന്നത് കേൾക്ക്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ചിന്തിച്ചു, കേട്ടോളൂ. ഖുറാനിൽ ആകെ 25 പ്രവാചകന്മാരുടെ പേരെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ പ്രവാചകൻ മുഹമ്മദ് നബി പറഞ്ഞു 1,24,000 പ്രവാചകന്മാര് ലോകത്ത് വന്നിട്ടുണ്ട്. ഖുർആനിൽ ആകെ 25 ആളുടെ പേരേ ഉള്ളൂ. ബാക്കി 1,29,975 ആള് എവിടെ? ഒന്ന് നിങ്ങളെ മുമ്പിലിരിക്കണു. ആ വഴിക്കുള്ള ഒരു അന്വേഷണം നടത്തിയപ്പോ എന്റെ മനസ്സിങ്ങനെ പോയി ശ്രീരാമനിലേക്ക്, ശ്രീകൃഷ്ണനിലേക്ക്, ഹനുമാനിലേക്ക്. കഴിഞ്ഞു കഥ. അങ്ങനെ ചരിത്രത്തിന്റെ ആഴത്തിലേക്കൊക്കെ പോയി. ഇവിടെ വന്നു നോക്കുമ്പോ ബാക്കി നമുക്ക് അടുത്ത ക്ലിപ്പിൽ പറയാം. അതിനു മുമ്പ് അവിടെ പറയാനുള്ളത് 1,24,000 എന്ന് കട്ടൻ റൈറ്റ് ആയിട്ട് ഒരു കണക്കാണ് റസൂലുള്ള പറഞ്ഞിട്ടുള്ളത്. 1,24,000 ചില്ലാനമെന്നോ അങ്ങോട്ടോ ഇങ്ങോട്ടോ എറൗണ്ട് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇദ്ദേഹം അത് 1,24,000 എന്നുള്ള ആ ഒരു കട്ടൻ റൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സംഖ്യ പറഞ്ഞു. ഓക്കെ, 25 പേരുകളാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ബാക്കിയുള്ളത് എവിടെയെന്നാ ചോദിക്കുന്നത്. അപ്പോ മൂപ്പര് പറഞ്ഞു വരുന്നത് ശ്രീകൃഷ്ണനും ശ്രീരാമനും ഒക്കെ പ്രവാചകന്മാരാണ് എന്നാണ് ഒരു കണക്കിൽ പറയുന്നത്. അത് കാദിയാനികള് മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു പക്ഷേ എല്ലാ ജനവിഭാഗങ്ങളിലേക്കും പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോ അങ്ങനെ നിയോഗിച്ച പ്രവാചകന്മാരായിരിക്കാം അവരെ ദൈവിക പരിവേഷം നടത്തിയിട്ട് ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായിട്ട് ചില ആളുകള് കൊണ്ടു നടക്കുകയാണ്. ഓക്കെ, അതിലേക്കൊന്നും അല്ല നമ്മൾ പറഞ്ഞു പോകുന്നത്. അതിനുശേഷം പറഞ്ഞത് ഒരു ഹനുമാനും പ്രവാചകനായിരിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തടിസ്ഥാനത്തിലാണെന്നുള്ള അറിയില്ല. അതും നമുക്ക് അതുപോലെ തന്നെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാം. ഇതൊക്കെ എന്തിനാണ് അദ്ദേഹം പറയുന്നത് കേട്ടു നോക്കുക. എന്തായാലും ഇന്നത്തെ ഈ വരവില് നമുക്കിങ്ങനെ 40 വർഷം, ആ 40ാമത്തെ ജന്മദിനം സ്വാമിജിയെ ഇരുത്തിക്കൊണ്ട് തന്നെ, സ്വാമിജിയുടെ തിരുസന്നിധിയിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ ആ ആത്മീയമായിരിക്കുന്ന ദർശനം കിട്ടാൻ ഭാഗ്യം ലഭിച്ചതിൽ നാം അതീവ സന്തുഷ്ടരാണ്. ദൈവത്തോട് നന്ദി അറിയിക്കുകയാണ്. അതിന് ദൈവത്തിന് നന്ദി പറയല്ലാതെ വേറെ മാർഗവുമില്ല. ആ സ്വാമി അദ്ദേഹത്തിന്റെ 40ാം വയസ്സിൽ തന്നെ കിട്ടിയതില് അദ്ദേഹം വളരെ സന്തുഷ്ടനാണ്. അതിന് ദൈവത്തോട് നന്ദി അറിയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചോ പ്രിയമുള്ളവരെ? ദൈവത്തോട് അതിന് നന്ദി പറയാതെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞത്. നിവൃത്തിയില്ലാതെ പറയുകയാണെന്നുള്ള തലത്തിലേക്ക് അദ്ദേഹം ദൈവത്തോട് നന്ദി പറയേണ്ട ഒരു അവസ്ഥ വന്നത് ഈ സ്വാമിയുടെ സന്നിധി, അദ്ദേഹത്തിന്റെ സാന്നിധ്യം അതൊക്കെയാണ് എന്ന് പറയുമ്പോൾ എന്താണ് ഇയാൾ ഉദ്ദേശിക്കുന്നത്? ഇയാള് ചുറ്റടിമേത്തൽ അബൂബക്കറിനെ മാത്രമല്ല, കുപ്പസ്വാമിയെ മാത്രമല്ല, ആരെയും പ്രവാചകനും അള്ളാഹുവിനും മുകളിലേക്ക് പ്രതിഷ്ഠിക്കാന് ഒരു മടിയും ഉണ്ടാവില്ല. അള്ളാഹുവിൽ വിശ്വാസം ഇല്ലാത്ത ഇതെന്തുകൊണ്ടാണ് പറയുന്നത്, എന്താണ് പറയാൻ കാരണം എന്നൊക്കെ വഴിയെ വരുന്നുണ്ട്. അടുത്ത എന്താ പറയുന്നത് കേൾക്കാം.
സ്വാമിജിയുടെ അമ്മ ഞാൻ അറിയില്ലായിരുന്നു അമ്മയാണെന്ന്. ആ മാതാവിന്റെ കാൽക്കൽ വീണ് അനുഗ്രഹം വാങ്ങിച്ചിട്ട് വേണമായിരുന്നു നമ്മളെല്ലാം ഇങ്ങോട്ട് വരാൻ. ഇത്ര ഭാഗ്യം ചെയ്ത ഒരമ്മ ഭൂമിയിൽ ഉണ്ടാവട്ടെ, ഇത്ര ഭാഗ്യം ചെയ്ത ഒരമ്മ. ആ അമ്മയുടെ മകനായി ആ അമ്മ ലോകം മുഴുവൻ അറിയപ്പെടുകയാണ്. അമ്മയുടെ കാലിന്റെ അടിയിലാണ് മക്കൾക്കുള്ള സ്വർഗമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഏത് മതമായാലും സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ അമ്മയുടെ കാല് വന്നിച്ചിട്ടല്ലാതെ. ആ മാതാപിതാ ഗുരു ദൈവം എന്നാണല്ലോ. ആദ്യം മാതാവാണ്. പ്രവാചകനോട് ഒരിക്കൽ ഒരാൾ ചോദിക്കുകയുണ്ടായി, ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും അധികം കടപ്പാടുള്ളത് ആരോടാണ്? പ്രവാചകൻ മറുപടി പറഞ്ഞത് നിന്റെ അമ്മയോടാണ്. രണ്ടാമത് അയാൾ ചോദിച്ചു, പിന്നെ ആരോടാണ്? അപ്പോഴും പ്രവാചകൻ പറഞ്ഞു നിന്റെ അമ്മയോടാണ്. മൂന്നാമത് അയാൾ ചോദിച്ചു, പിന്നെ ആരോടാണ്? നിന്റെ അമ്മയോടാണോ? നാലാമത് അയാൾ നെഞ്ചത്ത് കൈവച്ച് കരഞ്ഞു ചോദിച്ചു, പ്രവാചക, ഞങ്ങളൊക്കെ പിതാക്കളാണല്ലോ, ഞങ്ങളുടെ സ്ഥാനം എത്രയാണ്? പ്രവാചകൻ പറഞ്ഞു, ഒന്നാമതും അമ്മ, രണ്ടാമതും അമ്മ, മൂന്നാമതും അമ്മ, നാലാം സ്ഥാനം പിതാവ്. പിതാവിന് നാലാം സ്ഥാനേ ഉള്ളൂ. ആ അമ്മയുടെ അനുഗ്രഹപ്പെട്ട മോനായി ആ അമ്മയുടെ ജീവിതം ധന്യമായി. ആ അമ്മ ഭാഗ്യവതിയാണ്. ആ അമ്മയാണ് യഥാർത്ഥത്തിലുള്ള അമ്മ. നമ്മുടെ ഒക്കെ അമ്മയാണ്. ഈ സ്വാമിജിയുടെ അമ്മയാകുമ്പോ നമ്മുടെ ഒക്കെ അമ്മയാണ്. ദൈവം കൊടുത്തിരിക്കുന്ന വലിയ ഭാഗ്യം. എനിക്ക് സത്യത്തിൽ പറയുകയാണെങ്കിൽ സാധാരണ 2, 3, 4, 5 ഒക്കെ മണിക്കൂർ പ്രസംഗിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ ഇപ്പൊ എന്താ പറയേണ്ടതെന്ന് എനിക്ക് വാക്ക് കിട്ടുന്നില്ല. അതാണ് സത്യം. മതസൗഹാർദ്ദം പറഞ്ഞാൽ ഒരുപാട് കത്തിക്കേറി പ്രസംഗിക്കുന്ന ഒരാളാണ് ഞാൻ. 4-5 മണിക്കൂറൊന്നും പ്രയാസം ഒരു പ്രഭാഷണത്തിനില്ല. പക്ഷേ എന്ത് പറയും ഇവിടെ ഈ സ്വാമിജിയുടെ മുഖത്ത് നോക്കിയിട്ട്, ഈ സന്നിധിയിൽ വെച്ചിട്ട് ഈ സ്വാമിജിയെ സംബന്ധിച്ച് എന്ത് പറയുമെന്ന് ഞാന് സത്യത്തിൽ ദൈവം സാക്ഷിയായിട്ട് പറയാണ്, മനസ്സ് അതീവമായ സന്തോഷത്തിലാണ്. മൂപ്പർ അതീവ സന്തോഷത്തിലാണ്. മൂപ്പർക്ക് എന്താ പറയാൻ തന്നെ അറിയില്ല എന്ന് പറയുന്നുണ്ട്. അതിന് കുറച്ചും കൂടി കഴിഞ്ഞാൽ വേറൊരു രൂപത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഒന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ അദ്ദേഹം പറഞ്ഞത് ആ അമ്മയുടെ കാല് തൊട്ട് വന്ദിച്ചിട്ട് വേണമായിരുന്നു നമ്മളൊക്കെ അങ്ങോട്ട് വരാനെന്ന്. 1, ഈ അമ്മയാണ് ലോകത്തെ ഏറ്റവും നല്ല അമ്മ. 2, ഇനി മറ്റൊന്ന്, അമ്മയുടെ കാലിന്റെ ചോട്ടിലാണ് സ്വർഗം എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അമ്മയുടെ കാല് തൊട്ട് വന്ദിക്കണം. 3, എവിടെയാണ് റസൂലുള്ള കാല് തൊട്ട് വന്ദിക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുള്ളത്? ഇനി അദ്ദേഹം ഒരു ഹദീസ് സംബന്ധമായി കൊണ്ടൊരു കാര്യം പറയുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് ഒരാൾ ചോദിക്കുകയാണ്, എനിക്ക് ഏറ്റവും കടപ്പാടുള്ളത്, ഞാൻ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് ആരോടാണ്? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു നിന്റെ ഉമ്മയാണ് എന്ന്. രണ്ടാമത് ചോദിക്കുന്നു, ആരാണ് റസൂലെ അടുത്തത്? അപ്പോഴും റസൂലുള്ള പറയുന്നു നിന്റെ ഉമ്മയാണ്. മൂന്നാമതും ചോദിക്കുന്നു, അടുത്തത് ആരാണ് റസൂലെ എന്ന് ചോദിക്കുമ്പോ അപ്പോ റസൂലുള്ള വീണ്ടും പറയുന്നു നിന്റെ ഉമ്മയാണ്. നാലാമത് ചോദിക്കുമ്പോ റസൂലുള്ള പറയുന്നു നിന്റെ അബുവാണ്, ഉപ്പയാണ്, ബാപ്പയാണ്, പിതാവാണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ അദ്ദേഹം ആ കാര്യം പറഞ്ഞ സമയത്ത് ഒരു വിഷയം പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ പിതാക്കന്മാരാണ് റസൂലേ എന്ന് പറഞ്ഞുകൊണ്ട് നാലാമത് ചോദിക്കുന്ന സങ്കടം ചോദിക്കുന്ന അല്ല, നാലാമത് ചോദിക്കുമ്പോ പിതാവാണെന്ന് പറയുന്നുണ്ട്. ഈ രൂപത്തിലാണ് ആ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അവിടെ ഈ സങ്കടത്തിന്റെ പേരിൽ അള്ളാന്റെ റസൂല് അവിടെ മാറ്റിയിട്ടൊന്നുമില്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹി അനുസരിച്ചല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു കാര്യവും വഹി അനുസരിച്ചല്ലാതെ പറയാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അടുത്തത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. മനസ്സ് അതീവമായ സന്തോഷത്തിലാണ്. ഞാൻ ആദ്യം അതിന് നന്ദി രേഖപ്പെടുത്തുന്നത് എൻ്റെ സുഹൃത്ത് മായാദാസിനോടാണ്. കാരണം എന്നെ ഒരുപാട് സ്വാമിമാരുടെ അടുത്തേക്കൊക്കെ കൊണ്ടുപോകുന്നത് മായാദാസാണ്. വടക്കാഞ്ചേരിയിൽ ഭഗവത് തത്വ സമീക്ഷാ സത്രം എന്ന് പറഞ്ഞ പരിപാടിയിൽ ഒരു സ്വാമിജി പങ്കെടുക്കുന്നു, ഭഗവത്ഗീത വായിക്കുന്നു. 5000 സന്യാസിമാർ പങ്കെടുക്കുന്ന പരിപാടിക്ക് ഞാൻ പോയി. പിറ്റേ ദിവസം മലപ്പുറത്തു നിന്നൊരു പത്രം എഴുതി, സക്കാഫി ഇസ്ലാം എന്ന് പുറത്തു പോയി ഭഗവത്ഗീത വായിച്ചു. എന്തോ ഒരു വിധ. കാരണം ഭഗവത്ഗീത വായിച്ചാൽ ഇസ്ലാമിൻ്റെ അകത്താകുക ചെയ്യുക, പുറത്തു പോകുകയില്ല ചെയ്യുക. ഓക്കെ, ഭഗവത്ഗീത വായിച്ചു കഴിഞ്ഞാല് ഇസ്ലാമിന്റെ അകത്തേക്കാണ് വരിക, പുറത്തേക്കൊന്നും പോവില്ല എന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വിശ്വാസം അതായിരിക്കാം. എന്നാല് മയമാലി സക്കാഫിയെ ഇങ്ങളോടത്ത് ചോദിക്കാനുള്ളത് 155 വക, അല്ലെങ്കിൽ 355 വക, അല്ലെങ്കിൽ 444 വക, 555 വക, 6666 വഹ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കുറെ വഹയായിട്ട് നടക്കുന്നുണ്ടല്ലോ. അത് ഓതിയിട്ടില്ലെങ്കിൽ ദീനുൽ ഇസ്ലാം എന്ന് പുറത്തു പോകും, മുർത്തദാകും, മുളില്ലാകും, പുറത്താകും എന്നൊക്കെ പറഞ്ഞിട്ട് വഹാബികളെ നിങ്ങളത് തൊടാത്തത് നിങ്ങൾ മുർത്തദായതുകൊണ്ടാണ്, മുളില്ലായതുകൊണ്ടാണ് എന്നൊക്കെ പറയാറുണ്ടല്ലോ.
ഭഗവത്ഗീത വായിച്ചാല് ഇസ്ലാമിനകത്തും, മൗലൂദ് കിതാബുകള് വായിക്കാതിരുന്നാല് ഇസ്ലാമിന് പുറത്തും എന്ന് പറയുന്ന താങ്കളുടെ ആശയം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. താങ്കൾ പറയൂ. ഇവിടെ കൃഷ്ണദാസ് സ്വാഗതം പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് ഓം, ആ അതിന്റെ ഫുൾ ഫോം എന്താന്ന് ചോദിച്ചപ്പോ എല്ലാം അല്ലാ, ഓം, ഒന്ന്, അതിലൊതുങ്ങിയൊക്കെ. ഈ ഓം എന്ന വാക്കില് ഈ പ്രപഞ്ചവും സൃഷ്ടിയും എല്ലാം സൃഷ്ടാവും മുഴുവൻ ഒതുങ്ങിയ ഒരൊറ്റ മന്ത്രമാണ് ഓം. ആ ഓമാണ് ഇവിടെ ചെല്ലുന്നത്. ഞാനത് വല്ലാതെ ആകർഷിച്ചു. ഇവിടെ ചെല്ലുന്ന മന്ത്രങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിന്റെ അർത്ഥമൊന്നും എനിക്കറിയില്ല, കാരണം സംസ്കൃതത്തിൽ ഞാൻ പണ്ഡിതനല്ലാത്തത് കൊണ്ട് അർത്ഥമൊന്നും അറിയില്ല. പക്ഷെ ആ മന്ത്രങ്ങളൊക്കെ ഹഠാത് ആകർഷിച്ചു, മനസ്സിനൊരു സമാധാനം. ആ അർത്ഥമറിയാത്ത മന്ത്രങ്ങളെല്ലാം അദ്ദേഹത്തെ ഹഠാത് ആകർഷിച്ചു. ഭയങ്കര സമാധാനാണെന്നാ പറഞ്ഞത്. ഇതിലുള്ള ഏറ്റവും വലിയ അപകടം എന്താണെന്നറിയോ? ഇപ്പൊ ഒരാൾ അവിടെ ഇരുന്നിട്ട് എന്തോ ഒരു സാധനം ചെല്ലുന്നത് ഭയങ്കര രസമുണ്ട് എന്ന് പറഞ്ഞപ്പോ അതിനങ്ങോട്ട് ഹഠാത് ആകർഷിച്ചാണ്ട് ചാടി വീഴുകയാണ്. അതിന്റെ അർത്ഥം ഒന്നും എനിക്ക് വിഷയമല്ല. ഓം എന്ന് പറഞ്ഞ അത് ഓംകാരം. ഇവിടെ റസൂൽ പൂക്കുറ്റി എന്ന് പറഞ്ഞിട്ട്, റസൂൽ പൂക്കുട്ടിയോ അദ്ദേഹം ഒരു ഓസ്കാർ അവാർഡ് ജേതാവൊക്കെയാണ്. അദ്ദേഹം അത് വാങ്ങാൻ കയറുന്ന സമയത്ത് ആ വേദിയിൽ നിന്ന് പറഞ്ഞത്, ഞാൻ ഓംകാരത്തിന്റെ നാട്ടിൽ നിന്നും വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പുരസ്കാരം ഏറ്റുവാങ്ങിയത്. ഓംകാരം എന്നുള്ളത്, ഓം എന്നുള്ളത് അത് സംസ്കൃതത്തില് അവരുടെ ഹൈന്ദവ വിശ്വാസ പ്രകാരം അല്ലെങ്കിൽ സനാതന ധർമ്മത്തിൽ ഒരു പ്രത്യേകമാക്കപ്പെട്ട ഒരു മന്ത്രോച്ചാരണമാണ്. അതിനെ നമ്മൾ അവഹേളിക്കാൻ പാടില്ല. അന്യമതസ്ഥരുടെ ആരുടെയും തന്നെ ഒരു ആരാധനാ മൂർത്തിയെയോ അല്ലെങ്കിൽ കർമ്മങ്ങളെയോ അവഹേളിക്കാൻ പാടില്ല. ഇവിടെ അദ്ദേഹം അതിന്റെ അർത്ഥമൊന്നും അറിയാതെ അതൊക്കെ നെഞ്ചേറ്റിക്കുകയാണെന്നാ പറഞ്ഞത്. ശ്ലോകങ്ങള് അതിന്റെ അർത്ഥമൊന്നും അറിയാതെ, അതിന്റെ ഉള്ളിലുള്ള അന്തസത്ത എന്താണ്, അതിന്റെ വ്യാഖ്യാനം എന്താണ്, അതൊന്നും അറിയാതെ അങ്ങോട്ട് നെഞ്ചേറ്റിയാണ്. പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതിപ്പോകുക എന്നല്ലാണ്ട് അതിന്റെ അർത്ഥം പഠിക്കണ്ടെന്ന് പറഞ്ഞതിന്റെ രഹസ്യങ്ങൾക്ക് മനസ്സിലായോ? അതിൽ എന്താ പറഞ്ഞെന്നൊന്നും നോക്കണ്ട, അങ്ങോട്ട് എടുത്ത് വെച്ചാ മതി, തലി കയറ്റി വെച്ചാൽ മതി, അല്ലാണ്ട് പഠിക്കൊന്നും വേണ്ട എന്നുള്ളതിൻ്റെതാണ്. ഓം അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതം ഗമയ ഓം ശാന്തി ശാന്തി. ഇത് കേൾക്കുമ്പോൾ ഒരു രസമൊക്കെ ഉണ്ട്. അതിന്റെ അർത്ഥം കൂടി അറിഞ്ഞാലല്ലേ ഉള്ളൂ അതെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുക. അസതോമ സദ്ഗമയ, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കണേ. തമസോമ ജ്യോതിർഗമയ, എന്നെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണേ. മൃത്യോമാമൃതം ഗമയ, സാധാരണ അമൃതം ഗമയിൽ നിന്ന് മൃത്യോമയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ജീവിച്ചിരിക്കുന്ന, നമ്മൾ മരിച്ചു പോവുകയാണ്. എന്നാൽ ഈ ശ്ലോകത്തിൽ അവസാനത്തിൽ പറയുന്നത്, ശാന്തി എന്ന് പറയുന്നതിന് മുമ്പ് പറയുന്നത് മൃത്യോമ അമൃതം ഗമയ എന്ന് തന്നെയാണ്. മരിച്ചു കിടക്കുന്ന മനസ്സിൽ നിന്ന് ജീവനുള്ള മനസ്സിലേക്ക് വാ മൈമാലിയെ, അതല്ലേ ഈ ശ്ലോകങ്ങളിൽ പറയുന്നത്. അത് അതിന്റെ അർത്ഥസഹിതം മനസ്സിലാക്കിയിട്ടല്ലേ അത് നെഞ്ചേറ്റേണ്ടതും തലയിലേറ്റേണ്ടതും അല്ലേ? അത് ആ രൂപത്തിൽ തന്നെ മനസ്സിലാക്കാത്തതിന്റെയും പഠിക്കാത്തതിന്റെയും ഒക്കെ പ്രശ്നങ്ങൾ തന്നെയാണ്. ഓരോ വേദിയിൽ ചെല്ലുമ്പോൾ അവരുടെ ആളുകളുടെ കാര്യം പറഞ്ഞുകൊണ്ട് കറാമത്ത് പറയുക എന്നുള്ള ഒരു ശ്രേണിയിലേക്ക് താങ്കളൊക്കെ ഈ രൂപത്തില് അതപ്പതിച്ചത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇങ്ങോട്ട് കയറി വരുന്നത് വരെ ഒരുപാട് ടെൻഷനുകൾ ഉണ്ടായിരുന്നു. ഈ ഉമ്മറത്തേക്ക് കാലെടുത്ത് വെച്ചത് മുതൽ ആ ടെൻഷനൊക്കെ പോയി. മനസ്സ് വേറൊരു ലോകത്തെത്തി. നമ്മളൊക്കെ വേറൊരു ലോകത്താണ്. നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് പ്രയാസം ഉണ്ടാവും. വീടില്ലാത്തവരുണ്ടാവും, ജോലി ഇല്ലാത്തവരുണ്ടാവും, മക്കളില്ലാത്തവരുണ്ടാകും, വേദനിക്കുന്ന രോഗങ്ങളുള്ളവരുണ്ടാകും, പരാതിയുടെ ഒരുപാട് കെട്ടുപാണ്ഡങ്ങൾ അഴിച്ചു വെക്കാനുള്ളവരുണ്ടാവും. പക്ഷെ സ്വാമിജിയുടെ തിരുസന്നിധിയിൽ വന്നാൽ ആ തിരുമുഖത്ത് നോക്കുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടുന്നു, നമുക്ക് സമാധാനം കിട്ടുന്നു. അത് തന്നെയാണ് ദൈവത്തിന്റെ സന്നിധി, അത് തന്നെയാണ് സമാധാനത്തിന്റെ സന്നിധി. തീർച്ചയായിട്ടും സ്വാമിക്ക് ദൈവം ഒരുപാട് കാലം നമുക്ക് നേതൃത്വം നൽകാനുള്ള ദീർഘായുസ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നല്ല കാര്യം. ഇവിടെ പറഞ്ഞതിലെ ഒരു വാക്ക്, അതാണ് ദൈവസന്നിധി എന്നാണ് പറഞ്ഞത്. ഏത്? സ്വാമി ഇരിക്കുന്ന സ്ഥലം. മൈമാലി, താങ്കൾ മനസ്സിലാക്കിയ ദൈവസന്നിധി എന്താണ്? താങ്കൾ ഒരു ഇസ്ലാം മത പുരോഹിതനാണ്, പൗരോഹിത്യത്തിന്റെ മേലങ്കി അണിഞ്ഞു നടക്കുന്ന ഒരാളാണ്. ഇതുപോലെ സോഷ്യൽ മീഡിയയിലേക്ക് പ്രവഹിക്കപ്പെടുന്ന ഒരു പ്രഭാഷണമാണ്. ഇത് അവരുടെ പേജിൽ നിന്ന് അല്ലെങ്കിൽ ചാനലിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് താങ്കൾ മദ്രസയിൽ പഠിപ്പിച്ച ഏകദൈവ സിദ്ധാന്തമായ
അള്ളാഹുവിന്റെ വഹദാനിയത്ത് പഠിപ്പിച്ച ആ കുട്ടികൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഏത് പ്രത്യയശാസ്ത്രത്തിൽ നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ പറയുമ്പോ അവനവന്റെ വിശ്വാസങ്ങൾ ഹനിച്ചുകൊണ്ടല്ല മതേതരത്വം പൂത്തുലയിപ്പിക്കേണ്ടത്. മതേതരത്വം എന്ന് പറയുന്ന മാനവ സൗഹാർദ്ദമാണ് വേണ്ടത്, അല്ലാതെ മതലയനമല്ല എന്നുള്ളത് താങ്കളൊക്കെ ഇനി എന്നാണ് പഠിക്കുക? ഒരു സ്വാമി, അദ്ദേഹം മതേതരത്വത്തെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന, മാനവികതയുടെ കാവലാളായിട്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം മാനവികതയുടെ മൂർത്തിഭാവം എന്ന രൂപത്തിൽ നടക്കുന്ന ഒരു നല്ല മനുഷ്യനാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ ജന്മദിനാഘോഷത്തിലൊക്കെ പങ്കെടുക്കുക, ക്ഷണിച്ചുവെങ്കിൽ അവിടെ പോവുക. അവിടെ അവര് നൽകുന്ന സദ്യ പോലെയുള്ള അറുക്കാത്ത ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാം. അതിനുശേഷം അവർക്ക് ജന്മദിനാശംസകളും നേർന്നുകൊണ്ട് പോരുക എന്നല്ലാതെ അവരെ ഔലിയാക്കുക, അവരെ പ്രവാചകനാക്കുക, അവരുടെ കറാമത്തുകൾ പറയുക, എന്ത് വിവരക്കേടാണ് മയമാലിക്കാക്ക ഈ പറയുന്നത്? നിങ്ങള് അയ്യപ്പേട്ടന്റെ വീട്ടിൽ നിന്ന് 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെ ജീവിച്ച് സക്കാഫിയായ ആളാണ് എന്നൊക്കെ പറയുന്ന, അതൊക്കെ മതേതരത്വമാണ് എങ്കിൽ ആ മതേതരത്വം കാത്തു സൂക്ഷിക്കേണ്ടത് അവനവന്റെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ താങ്കൾ ഈ വിശ്വാസികൾക്ക് വയലു പറയാനും ക്ലാസ് എടുക്കുവാനും പോകാൻ പാടില്ലായിരുന്നു. ഇതുപോലെയുള്ള ആളുകളെയൊക്കെ പേര് നടക്കുന്ന ഉമ്മത്തെ നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? ഇവരുടെയൊക്കെ കോണം എന്താണെന്നുള്ളത് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ കുറ്റപ്പെടുത്തുന്ന, കുറ്റം പറയുന്ന ആളുകളെ നിങ്ങൾ തിരിച്ചറിയുക. ഇത് തന്നെയാണ് വിശ്വാസികൾക്ക് മുമ്പിൽ നിന്ന് പ്രഭാഷണം നടത്തുമ്പോൾ ചില ആളുകൾ, ചിറ്റടിമേത്തൽ അബൂബക്കർ ബാക്കവിയുടെ ആണെങ്കിലും അതുപോലെ തന്നെ കുപ്പസ്വാമിയുടെ ആണെങ്കിലും മുട്ടിപ്പടി ഷെയ്ഖിന്റെ ആണെങ്കിലും ഏത് ഇവർ പറയുന്ന ഔലിയ കാക്കാമാരുടെ കറാമത്തുകളാണെങ്കിലും ഈ രൂപത്തിലാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇത് വല്ലാതെ ട്രോളിയിട്ട് പറഞ്ഞിട്ടില്ല, കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും ഒന്നുകൂടി എളുപ്പത്തിനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോകൾ ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾ എടുക്കണ്ട, വീഡിയോകൾ മാത്രം ഒന്ന് കോർത്തിണക്കി നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ എമ്പാടുമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, തിരിച്ചറിയുക. ഇതുപോലെയുള്ള ആളുകളെ നമ്മള് സ്വാമിയുടെ ജന്മദിനത്തിൽ ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിനെതിരൊന്നുമല്ല. അതിൽ നമ്മൾ പങ്കെടുക്കണം, അവരുടെ ഭക്ഷണം കഴിക്കണം, അവരുമായിട്ട് നല്ല നിലയിൽ വർത്തിക്കണം, അവർക്ക് ജന്മദിനാശംസകൾ നേരണം എന്നൊക്കെ പറയുന്ന ആള് തന്നെയാണ്. കാര്യം അവർക്ക് ജന്മദിന ആഘോഷങ്ങൾ ഉണ്ട്, അവരത് ആഘോഷിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അവിടെ പോയി കഴിഞ്ഞാല് സ്വാമിയെ നിങ്ങൾ എന്റെ മഷായിഖാണ്, ഷെയ്ഖ് മുറബിയാണ്, ഷെയ്ഖാണ് എന്നൊന്നും പറഞ്ഞിട്ട് അദ്ദേഹത്തെ മോശക്കാരനാക്കാൻ ശ്രമിക്കരുത്. കാര്യം അദ്ദേഹം സനാതന ധർമ്മത്തിലുള്ളതാണ്, ഇയാൾ ഇസ്ലാമിക വിശ്വാസത്തിലുള്ളതാണ്. രണ്ട് ഇതാണ്. എന്നാൽ രണ്ട് മനുഷ്യർക്കും സൗഹാർദ്ദത്തോടെ ജീവിക്കാം. വിശ്വാസങ്ങൾ വെച്ച് മാറിക്കൊണ്ടല്ല, അത് ലയിപ്പിച്ചുകൊണ്ടല്ല. വിശ്വാസങ്ങൾ ലയിപ്പിക്കുമ്പോൾ അതിൽ ഒരുപാട് അപകടങ്ങൾ വരുന്നുണ്ട്. ഒരു മതേതര വിശ്വാസിയാണെങ്കിൽ ആ രൂപത്തിലാണ് പോകേണ്ടത്. ഒരു മാനവിക സൗഹാർദ്ദത്തിന്റെ വക്താവാണെങ്കിൽ അങ്ങനെയാണ് പോകേണ്ടത്. ഇനി അദ്ദേഹം അവിടെ പറയുന്ന മറ്റൊരു കാര്യം, അദ്ദേഹം വരുന്നത് സ്വാമിയുടെ 40-ാം ജന്മദിനത്തിനാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നുബുവത്ത് ലഭിക്കുന്നതും ഒരു 40-ാം വയസ്സിൽ തന്നെ ആയിരുന്നു. 40ന്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞിട്ട് പിന്നീട് പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനില് 25 നബിമാരുടെ പേരേ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ റസൂലുള്ള പറഞ്ഞിട്ടുള്ളത് 1,24,000 നബിമാരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 25 കഴിഞ്ഞാൽ ബാക്കിയുള്ള നബിമാരെവിടെ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് പറയുന്ന കാര്യങ്ങളൊക്കെ ഈ സ്വാമിയെ പ്രവാചകനാണ്, ദൈവത്തിന്റെ ദൂതനാണ് എന്ന് അറിയിക്കുവാൻ കൂടിയൊക്കെയാണ് അദ്ദേഹം പ്രയത്നിച്ചത്. ഓക്കെ, അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനെ ആവട്ടെ. മയമാലി സഖാഫി, താങ്കൾ ആ ഒരു രൂപത്തിൽ തന്നെ മുന്നോട്ട് പോവുക. പക്ഷേ ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ആളുകളെ, അവരെ നിങ്ങൾ പിന്നീട് ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ള ഒരു കാര്യമാണ് പറയുവാനുള്ളത്. ഏതായാലും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.